സർക്കാർ ആരംഭിച്ച സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയെ ചൊല്ലി നിയമസഭയിൽ ഭരണപ്രതിപക്ഷ വാക്പോര്. പരാതികൾ വിശദമായി പഠിച്ച് കർശന പരിശോധനകൾക്ക് ശേഷമേ പദ്ധതി നടപ്പാക്കാനാകൂ എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. പദ്ധതി അവസാനിപ്പിക്കാൻ സർക്കാർ ശ്രമിക്കുകയാണെന്ന് ആരോപിച്ച് പ്രതിപക്ഷം കൊണ്ടുവന്ന അടിയന്തര പ്രമേയ നോട്ടീസിന് മറുപടി നൽകുകയായിരുന്നു മുഖ്യമന്ത്രി. ചില വിഷയങ്ങളിൽ അതിവേഗത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്ന മുഖ്യമന്ത്രിക്ക് 14 ലക്ഷം പാവപ്പെട്ട സ്ത്രീകളെ ബാധിക്കുന്ന ഈ കാര്യത്തിൽ മാത്രം വേഗതയില്ലാത്തത് എന്തുകൊണ്ടാണ് എന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ച AC മൊയ്തീൻ ചോദിച്ചു. പദ്ധതി അട്ടിമറിക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും പറഞ്ഞു. മാനദണ്ഡങ്ങൾ കൃത്യമായി പരിശോധിച്ച് എല്ലാ ഘട്ടത്തിലും സുതാര്യത ഉറപ്പാക്കിയാണ് പദ്ധതിയിലെ ഗുണഭോക്താക്കളുടെ അർഹത ഉറപ്പാക്കിയതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. സഭയിലെ പ്രതികരണങ്ങളിലേക്ക്. അതിവേഗത്തിൽ ചില കാര്യങ്ങളിൽ തീരുമാനമെടുക്കുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഈ ഗവൺമെന്റിനും ഈ കാര്യത്തിൽ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ മാത്രം എന്താണ് സാർ താമസം? ധനവകുപ്പ് ഒരു തീരുമാനവും എടുക്കാതെ ഇത് തടഞ്ഞു വെച്ചിരിക്കുകയാണ്. 16 ലക്ഷം സ്ത്രീകളാണ് സാർ ഈ ക്രൂരത ഇപ്പോൾ കാണിച്ചിട്ടുള്ളത്. ഇവർ അധികാരത്തിൽ ഇരുന്നത് 120 മാസമാണ്, 10 വർഷം. 120ാമത്തെ മാസം പ്രഖ്യാപിച്ചൊരു പരിപാടിയാണ്. അന്ന് വേണ്ടപ്പെട്ടവർക്കെല്ലാം നിങ്ങളുടെ ലോക്കൽ കമ്മിറ്റിയും നിങ്ങളുടെ ഏരിയ കമ്മിറ്റിയും കൂടി കൊടുത്താണിത്. അതൊന്നും വളരെ കൃത്യമായിട്ട് പറയാം, അതൊന്നും പരിശോധിക്കാതെ പ്രശോധിക്കുന്നില്ല. വളരെ വ്യക്തമായിട്ട് പറയാം, പരിശോധിച്ചിട്ട് അതിന്റെ തെറ്റുകളെല്ലാം ഉറപ്പാക്കിയിട്ടേ ഞങ്ങളത് ചെയ്യുള്ളൂ. മനസ്സിലായല്ലോ? ഈ പദ്ധതിയോട് ഇത്തരത്തിലൊരു വിമുഖത മുഖ്യമന്ത്രി കാണിക്കുന്നത് ശരിയല്ല, ഗവൺമെന്റ് കാണിക്കുന്നത് ശരിയല്ല. എന്തിനാണ് പാവപ്പെട്ട സ്ത്രീകളോട് അനാവശ്യമായ വീറും വാശിയും കാണിക്കുന്നത് എന്ന് മനസ്സിലാകുന്നില്ല. ഞങ്ങളിപ്പോഴും പ്രതീക്ഷിക്കുകയാണ് ഗവൺമെൻറ് ഈ മനോഭാവം മാറ്റുമെന്ന്.